പതിവ് പോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വാടക വീടെന്നുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്ക് അടിക്കാനും കൂടെ വിട്ടു പോകരുത്. ഇന്നിപ്പോൾ രാവിലെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചായ ഇട്ട് കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. ഇന്നിപ്പോൾ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ തുള്ളി വെള്ളം വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ശബ്ദങ്ങളാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഓരോ ഇതാണ് കേട്ടോ. ഓരോ മനുഷ്യനും ഓരോ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ചെറിയ ചെറിയ വട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങ് കയറിയിട്ട് ചോറ് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ അടുക്കളയിലുള്ള പണി കാര്യങ്ങളും ഇതിനിടയ്ക്ക് എനിക്കൊന്ന് റോഡിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സാധനം മേടിക്കണം. 2 മാസത്തോളം നമ്മൾ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് അപ്പോൾ സാധനം മേടിക്കാനായിട്ടൊക്കെ പോകണം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുട്ടുകുടത്തിൻ്റെ കാര്യം ചോദിച്ചു. പുട്ട് ഇതുവരെ അവിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ടൊക്കെ അവിക്കാം. പുട്ടുകുട ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ ഈ വേവിച്ച് എല്ലാ ദിവസവും കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ഞാൻ റിങ് എടുത്ത് വെച്ചതിന് ശേഷം അടുപ്പിൽ തന്നെ തിരിച്ചെടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിയുടെ വെള്ളം ഒഴിച്ച് വെച്ചാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. പക്ഷേ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടില്ല. നമ്മൾ പണ്ട് മുതലേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അടുപ്പിൽ തീ കത്തുന്നില്ല, കുറേ സമയം കൊണ്ട് നോക്കുന്നു. മഴയും പിന്നെ അതുപോലെ ചൂട്ടിനൊക്കെ ആണെങ്കിൽ ചെറിയ കുളിർമയൊക്കെ ഉണ്ടിട്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അടുപ്പിൽ പണി മുടക്കുന്ന രീതിയിലൊക്കെ ഒരു വല്ലാത്ത ഇതിലൊക്കെ നിൽക്കുന്നു. പിന്നെ എന്തായാലും കത്തിച്ച് എല്ലാമൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പിന്നെ മീനെല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കണം. മീനെല്ലാം എന്ന് പറയാനായിട്ട് ഒരു ചൂരക്കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരെണ്ണമാണേ. അപ്പോൾ അത് മേടിച്ച് ഇനിയിപ്പോൾ അതിനെ ഒന്ന് കറി വെക്കണം. അതിന് മുമ്പേ ആയിട്ട് പിന്നെ അപ്പുറത്തെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഇടക്കാന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഒന്ന് ചക്ക ഇടക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ വഴിയിൽ നിൽക്കുന്നതിൻ്റെ അവിടുത്തെ പ്ലാവിലെ ചക്ക തീർന്നു കേട്ടോ. അതിലൊരു കുഞ്ഞ് 1-2 ചക്കയേ ഉള്ളൂ, അത് പഴുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ നിർത്തിയേക്കുവാണ് കേട്ടോ. പിന്നെ എന്തായാലും ചക്ക ഞാനിതിൽ വെച്ചതെന്ന് വെച്ചാൽ ചക്ക ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി അപ്പുറത്തും കൊടുത്ത് ഞാനും എടുത്ത്. ഇതിനിടയ്ക്ക് എനിക്ക് അപ്പുറത്ത് കാശിമോൻ്റെ അവിടെ നിന്നാണ് കേട്ടോ എനിക്ക് മുളക് തന്നത്. ചക്ക അവിക്കുവാണെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് തന്നതായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്ക അവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, മോൻ വരുമ്പോഴത്തേക്ക് രാത്രി അങ്ങറ്റത്ത് നിൽക്കുന്ന ആ പ്ലാവിൽ നിന്നാണ് കേട്ടോ ചക്ക അടക്കുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ചക്ക നമ്മൾ അതിൽ പോയി അടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിലാണ് ചക്ക ഉള്ളത് കേട്ടോ. പിന്നെ മുളക് നല്ല കാന്താരി മുളകുണ്ടല്ലോ, ഉണ്ടക്കാന്താരി അല്ലേ, വെള്ളക്കാന്താരി എന്നൊക്കെ പറയും. അങ്ങനെ അത് പിന്നെ കുറച്ച് ചക്കക്കുരു നമ്മളിപ്പോൾ എടുത്തേണ്ടതാണ് കേട്ടോ. നല്ലതാണ് ഇത്. അത് പാവിക്കോ അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക് ഇട്ട് തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ എടുത്ത് വെച്ച് എന്തെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ചക്ക വെട്ടുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. എന്നും ചക്ക, മീൻകറി, ചോറ് എന്ന് ഡെയിലി നമ്മൾ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഏകദേശം കുറേ പേരൊക്കെ മടുത്ത്. അത് നമുക്ക് വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. കാരണം കുറേ പേര് സ്കിപ്പ് അടിച്ചൊക്കെ പോകുമല്ലോ. അത് സാരമില്ല കേട്ടോ, കാരണം നമുക്കിപ്പോൾ ഉള്ളതെല്ലാം ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കാണുന്നവരെന്തായാലും കാണട്ടെ. പറ്റും പോലെയൊക്കെ ഞാനും വീഡിയോ ഇടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ചക്ക കറി വെച്ചെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞല്ലോ ചക്ക അവിക്കുവാണെങ്കിൽ പകലൊക്കെ മോൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ കഴിക്കും, രാത്രി വന്നിട്ട് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കറി വെക്കുവാണെങ്കിൽ മീൻകറിയും കുട്ടിയെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് തേങ്ങ എടുത്ത് ജീരകം പിന്നെ കറിവേപ്പില 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, പച്ചമുളക് കാന്താരി കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മഞ്ഞപ്പൊടി തീർന്ന് മഞ്ഞപ്പൊടിക്ക് മാത്രമായിട്ട് കയറിപ്പം വയ്യ. അതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് റോഡിലൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ അപ്പുറത്ത് ചേച്ചിയിലേതാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി മേടിച്ചത്. പണ്ടൊക്കെ നമ്മളെ ചെറുതിലേക്കാണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് അപ്പുറത്തുനിന്നൊക്കെ മേടിക്കും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ ഞാനങ്ങനെ മേടിപ്പില്ല. തീരെ അങ്ങ് 2 മാസമായി കടയിൽ പോയിട്ട് തീരെ ഒന്നും മഞ്ഞപ്പൊടി ഇല്ല. ഇപ്പോൾ ഹാപ്പിയും കൂടെ ഉള്ളതിനെ കൊണ്ട് മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതലായിട്ട് ചിലവാകും. അവൾക്കുള്ള ഫുഡ് വേവിക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും പോയിട്ട് സാധനമൊക്കെ മേടിക്കണം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ മീനിനെ അരച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറിയൊരു ചൂരക്കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടുപ്പിലോട്ടൊക്കെ വെക്കണം. ചോറ് നേരത്തെ വെച്ച് അതിനെ വെച്ച് വാത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്ക ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക വെന്ത് കിടക്കുവാണ്. ചക്കയ്ക്കുള്ള എല്ലാം അരച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മീൻകറി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചക്കയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കുക്കറിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 വിസിൽ കേൾക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് അതിൽ ഒരടുപ്പേ ഉള്ളൂ. മുറ്റത്തിപ്പോൾ വെക്കാൻ പറ്റാത്ത മഴയും കുറേ നാളുകൊണ്ടിൻ്റെ തറയിൽ ഇരുന്ന് അതായത് നടു പ്രശ്നമായതിനെ കൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സ്റ്റൂളൊക്കെ മേടിക്കണമെങ്കിൽ മുറ്റത്തൊക്കെ വെച്ചിട്ട് വേവിക്കാൻ. ഇനിയിപ്പോൾ എന്തായാലും അതെനിക്ക് ഒരെണ്ണം മേടിക്കണം. കുറേ നാളെ എനിക്ക് വീഡിയോയിൽ ആരോ എൻ്റെ അടുത്ത് ഏതോ ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റൂൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്തായാലും ഒരെണ്ണം മേടിക്കണം. കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നതാണ്.
അപ്പോൾ എന്തായാലും ചക്ക നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പയൊക്കെ വേവാനാണ് സാധാരണ നല്ല വേവ് കേട്ടോ. പക്ഷേ ഈ ഒരു ചക്കയ്ക്കാണെങ്കിൽ നല്ല വേവുള്ള ചക്കയാണ് ആ ഒരു സൈഡ്. പക്ഷേ ചക്ക വേവുള്ള ചക്കയാണെങ്കിലും ഇത് അവയ്ക്ക് നല്ല സൂപ്പർ ചക്കയാണ്. നല്ല പുട്ട് പോലെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, നല്ല പുട്ട് മാതിരി ഇരിക്കുന്നതെന്നൊക്കെ അതേപോലെയാണ് കേട്ടോ. നല്ല അടിപൊളി ചക്കയാണ്. അപ്പോൾ എന്തായാലും ചേരുവയും എല്ലാമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അരപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെക്കാഞ്ഞതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുക്കറിൽ വെച്ചതിനെ കൊണ്ട് ഭയങ്കര തിളച്ച രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഇത് കുറച്ച് സമയം ഇതിനിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. പിന്നെ ഇപ്പോഴും നമ്മൾ ഈ ഒരു ചക്ക കുക്കറിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് ഈ ഒരു ബേസനിലോട്ട് മാറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്ക് നമ്മൾ കോരി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഇളക്കുമ്പോഴത്തേക്ക് ആ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ കുക്കറങ്ങ് മാറ്റി വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചക്ക കുക്കറിൽ വെച്ചിട്ട് കോരി മാറ്റിയൊക്കെ വെക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് പോയി വാഴക്കൈ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു തരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലൊക്കെ ഉമ്മച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻകറി വയ്ക്കുമ്പോൾ ഇത്തിരി ഉപ്പ് ചിലപ്പോൾ ഒന്ന് കൂടിപ്പോകും കേട്ടോ. കൂടിപ്പോണ സമയത്താണെന്നുണ്ടെങ്കിൽ വാഴക്കൈ ഉണ്ടല്ലോ, ഇല കളഞ്ഞിട്ട് എൻ്റെ കൈ ഒന്ന് വെട്ടി കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. മുരിങ്ങക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കില്ല. അപ്പോൾ മുരിങ്ങക്ക കട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുള്ളവർ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ള പഴയ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മളെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ വന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണ്, കുക്കിങ്ങിൻ്റെ വീഡിയോ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇതൊന്നും അറിയത്തില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മീൻകറി ഏത് മീനായാലും കുഴപ്പമില്ല, ഉപ്പ് കൂടുവാണെന്നുണ്ടെങ്കിൽ വാഴയുടെ കൈ ഇങ്ങനെ ഇല മാറ്റിയതിന് ശേഷം കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പിടിക്കുന്ന ഉപ്പുണ്ടല്ലോ, ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് ഏകദേശം കുറേ ഉപ്പുകൾ നമ്മളെ ഈ ഒരു തടയിൽ തന്നെ പിടിച്ച് നിൽക്കും. ഞാനത് ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴത്തടയിൽ ഈ ഒരു കൈ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ചവർപ്പോ കയ്പോ ഒന്നും ഇട്ട് നോക്കിയാലല്ലേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയതിന് ശേഷം എന്തായാലും വന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടോ, അതിലെനിക്കൊരു കുഴപ്പവും ഇല്ല. കാരണം നിങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കും അതിനെപ്പറ്റി അറിയാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചൂര മീൻകറിയൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മീൻകറി വെക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സാധാരണ മീൻകറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ചേരുവയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചേർത്തത്. പിന്നെ ഇന്ന് പതിവില്ലാതെ വാഴക്കൈയുടെ ഇതെനിക്കൊന്ന് വെട്ടി ഇങ്ങനെ ഇട്ടേന്ന് വെച്ചാൽ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാകത്തിനാണ് ഉപ്പിട്ടിരിക്കുന്നതെങ്കിലും ഇതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ ഒരു ടിപ്സ് ഉണ്ട്, അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ച്, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് നോക്കാതാണ്ട് ഇതിലിപ്പോൾ ഒരെണ്ണം കിടപ്പുണ്ടിട്ട് അതിപ്പോൾ ഇങ്ങനെ കോരുമ്പോൾ വന്നതാണ്. മീൻകറിയിൽ കിടക്കുന്ന അതിൽ കിടന്നെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, കഴിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയും മീൻകറി ആയിരുന്നു. ചോറ് വെച്ച് അതിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റോഡിലൊക്കെ ഒന്ന് പോകാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് റോഡിൽ പോകണം. കാരണം ഇത് സാധനം മേടിക്കണം, 2 മാസം ആയാലും നമ്മൾ സാധനം മേടിച്ചിട്ട് അങ്ങനെ എന്തായാലും കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളെ ഈ റോഡ് മൊത്തം കംപ്ലീറ്റ് പോയി കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴെന്തായാലും നല്ല സൂപ്പറായിട്ട് തന്നെ റോഡൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എനിക്ക് ജംഗ്ഷനിലോട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ എത്തിയപ്പോഴാണ് ഓർക്കുന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ റോഡിലൊക്കെ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് ഇങ്ങ് കയറി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങ് എത്തിയതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം പറക്കിയൊക്കെ വെക്കണം. പിന്നെ അരി മേടിക്കാൻ വേണ്ടിയിട്ട്, അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബശ്രീയുടെ അരിയാണല്ലോ മേടിക്കണം. നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീയുടെ അരി അതിൻ്റെ ചോറ് നല്ലതാണ് കേട്ടോ. റേഷൻ കാർഡ് ഇല്ല എനിക്ക്. റേഷൻ കാർഡ് അന്ന് ഞാൻ റേഷൻ കാർഡ് പറഞ്ഞല്ലോ കൊണ്ട് കൊടുക്കാനായിട്ട് പോയി, റേഷൻ കാർഡ് കൊണ്ട് കൊടുത്ത്. അപ്പോൾ അതെനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വിലയരി മേടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ കാർഡില്ലാത്തതിനെ കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷൻ കാർഡ് വാടക വീട്ടിലാണെങ്കിൽ എടുക്കാനായിട്ട് പറ്റും, അതങ്ങനെ ഒന്ന് നോക്കുന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വീടുകൾ നമ്മൾ മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിലനിൽപ്പോ അങ്ങനെ ഒന്നുമില്ല. നമുക്കൊന്നും പറഞ്ഞും കൊണ്ട് 1 സെൻറ്റ് മണ്ണില്ല. അപ്പം ഞാൻ ഈ ഒരു റേഷൻ കാർഡ് ഇങ്ങനെ വാടക വീട്ടിൽ കിടന്ന് റെഡിയാക്കിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു റേഷൻ കാർഡ് തയ്യാറാക്കുന്നത്? മക്കളെല്ലാ ആവശ്യത്തിനും കൊടുത്തിരിക്കുന്നത്, വീട്ടിലെ അഡ്രസ്സും
അതുപോലെ അവിടുത്തെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അങ്ങനെ അതൊക്കെയാണ് കൊടുത്തത്. അതുപോലെ എനിക്ക് ഹോസ്പിറ്റലൊക്കെ നേരത്തെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നതിനെ കൊണ്ട് കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കൊക്കെ അറിയാം എനിക്ക് സുഖമില്ല, എനിക്ക് വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ചെക്കപ്പിന് പോകണം, അതുപോലെ എനിക്ക് റേഷൻ കാർഡ് വേണം, എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ മക്കൾ ഉമ്മ മക്കൾ അങ്ങനെ ഒരു ബന്ധം നമുക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കുള്ള വീഡിയോ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട്. എല്ലാം വന്ന് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചും കൊണ്ടൊരു റേഷൻ കാർഡിൻ്റെ പേരിലെന്ന് എനിക്ക് ആരെയും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടിടാനും വയ്യ, എനിക്ക് ഒന്നിനും വയ്യ. പിന്നെ ഇങ്ങനെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളപ്പോൾ കിട്ടുമ്പോൾ പോവും സാധനം മേടിക്കുക. റേഷൻ കാർഡ് ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് എനിക്ക് അരി മേടിക്കേണ്ടി വരണം. പിന്നെ ഹോസ്പിറ്റലിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെക്കപ്പിനും കാര്യങ്ങൾക്കും വലിയ എളുപ്പമാണെന്ന് വെച്ചാൽ പൈസ ഒരുപാട് അധികം കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അതിലെനിക്കൊരു കുറവ് വരും. കാരണം പിങ്ക് കാർഡാണല്ലോ, ആ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് ആ ഒരു സാധനം മാത്രം, ഒരു റേഷൻ കാർഡ് മാത്രം എനിക്കില്ല. അപ്പോൾ പല പല ദുഃഖങ്ങളും ദുരിതങ്ങളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഉള്ളത് വെച്ചിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ പിന്നെ മോനിപ്പോൾ പൈസ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സാധനം മേടിക്കാൻ. പറ്റ സാധനം കൊച്ചു തന്നെയാണ് കേട്ടോ സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ പൈസ തന്ന് എൻ്റെ അടുത്ത് പോയി സാധനം മേടിക്കാൻ പറഞ്ഞ് അങ്ങനെ പോയി കൊടുക്കാനുള്ള പൈസയും കൊണ്ടുവന്ന് കൊടുത്ത് സാധനങ്ങൾ മേടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അരി എന്തായാലും ഇടയ്ക്ക് നമുക്ക് തീരുമല്ലോ, കാരണം നമുക്ക് നിൽക്കില്ല. ഇപ്പോൾ തന്നെ 2 മാസമായി നമ്മൾ കടയിലോട്ട് പോയിട്ട് സാധനങ്ങളെല്ലാം തീർന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ബില്ല് ഞാൻ വെച്ചേക്കണേന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത മാസം ഇനി പോകുമ്പോഴത്തേക്ക് ഇനി ഈ പൈസ കൊടുത്തിട്ട് വേണം അടുത്ത സാധനം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളോ 2 പേരോ ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ട് തന്നെയാണ് ഞാനും ഇതുപോലെ വീഡിയോ ഇട്ട് പോകണം. പലതും മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം മറക്കണം, മുമ്പോട്ട് പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴും കുറേ പേരുണ്ട് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാതെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പോവാനായിട്ട് റേഷൻ കാർഡ് കയ്യിലില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെ മോൻ ഇറങ്ങിപ്പോയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള കാര്യം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കറിയാം. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അവർ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോ കാണാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ട് പറയുന്നത് പിന്നെ വാടക വീടല്ലേ, വാടക വീടാണെങ്കിലും ഒന്നിനും ഒരു കുറവില്ലല്ലോ, അല്ലെങ്കിൽ മഴ നനയാതെ കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ കൂടെ നിന്നിട്ട് കഴുത്തിറക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അതുപോലുള്ള സ്വഭാവങ്ങളാണ് കൂടെ കാണിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കേട്ടും കേൾക്കാതെ അല്ലെങ്കിൽ നമ്മളെ കൂടെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ കയറി കിടക്കാൻ വീടുണ്ടല്ലോ, വാടക കൊടുക്കുന്നുണ്ടല്ലോ, കൊടുത്തെങ്കിലും കിടക്കാമല്ലോ, ഇതുപോലില്ലാത്ത ആൾക്കാരുണ്ട്. ശരി തന്നെയാണ്, ഇതുപോലില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു കാര്യം ചിന്തിക്കുക, ഓരോ മനുഷ്യനും ഓരോരുത്തരുടേതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട്, ഓരോ സാഹചര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പലരും പല ബുദ്ധിമുട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വന്നിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് പറയാൻ പറ്റത്തില്ല. ചിലർ വെട്ടിത്തുറന്ന് കുടുംബം പോലും നോക്കാതെ, ഫാമിലി നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ വെട്ടിത്തുറന്ന് വന്ന് പറയും. കാരണം അവർക്ക് മുന്നും പിന്നും നോക്കട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മുന്നും പിന്നും എനിക്ക് നോക്കിയേ പറ്റും. എൻ്റെ അടുത്ത് ആരും മിണ്ടിയില്ല പോലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും, ഇപ്പോൾ എൻ്റെ ഉമ്മ ആയാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും എൻ്റെ മക്കളായാലും അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ ആരെയാണെങ്കിൽ പോലും എനിക്ക് എല്ലാവരെയും എനിക്ക് നോക്കിയേ പറ്റും. മിണ്ടിയില്ല പോലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എനിക്ക് ജീവിക്കണം, എൻ്റെ മക്കൾക്ക് ജീവിക്കണം, എനിക്കെല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മളൊരു ദുഃഖം കൊടുക്കരുത്. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിനിടയ്ക്ക് സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചെല്ലാം പറക്കിയൊക്കെ വെച്ചിട്ട് ഇതിനിടയ്ക്ക് ഞാൻ മോളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ റേഷൻ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോഴും ഞാൻ ഇതെല്ലാം പറഞ്ഞ് പോയതാണ് കേട്ടോ. റേഷൻ കാർഡില്ലാത്തതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ഇടയ്ക്കെടുത്ത വീഡിയോ ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറ്റിയതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിറവെല്ലാം പറക്കിക്കൊണ്ടിട്ട് മഴ നനഞ്ഞ് പിന്നെ വെയിൽ വന്ന് ഉണങ്ങി എല്ലാം വെട്ടിപ്പറക്കി വെച്ച്. അപ്പോഴിതൊക്കെ തന്നെയാണ് നമ്മളെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിലർ പറയും, ചിലർ പറയാതിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ പോകാനേ പറ്റൂ. പിന്നെ നെഗറ്റീവ് ഇടുന്നവരെടുത്ത്, നെഗറ്റീവ് പറയുന്നവരെടുത്ത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോയും ഇടും കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോ ഇട്ട് പോയാൽ മാത്രമേ ഇതൊന്ന് കിട്ടുന്ന വരുമാനം. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, എൻ്റെ മോനും കൂടെ ഇറങ്ങിപ്പോയി കൊണ്ടുവന്നാൽ നമ്മൾ വാടക കൊടുക്കുന്നത്, വീട്ടു ചിലവ് കാര്യങ്ങൾ എല്ലാം നടക്കും. ഈ കാത്തിരുന്നെന്തിനാണെന്നറിയാമോ ഇത്രയും നേരം? മോനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതെന്ന് നോക്കിയാണ് കേട്ടോ. വരുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ്. ഇനിയിപ്പോൾ അവരുടെ ഒരു ലോകമായി. നമ്മളെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മിണ്ടാപ്രാണികൾക്ക് കൊടുക്കണം. അത് തന്നെയാണ് സത്യമായ കാര്യമാണ് നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ദിവസം വേറെ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരാം. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഡെയിലി നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് ഇടാനും എടുക്കാനൊക്കെ ആയിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ മോന് ഭക്ഷണം കൊടുക്കണം. ഇനി കുറച്ച് സമയം ഹാപ്പിയുടെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചിട്ടൊക്കെ ഇനിയിപ്പോൾ ഞാൻ സ്റ്റെപ്പ് നിന്ന് കയറി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.